കൊല്ലം നീണ്ടകരയിൽ യാൺ ടെസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. പുനർഗേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 250 കോടി രൂപയും ബജറ്റ് വിഹിതമായ 178.10 കോടി രൂപയും ഉൾപ്പെടെ നാളിതുവരെ 428.1 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതിയുടെ നിർവഹണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ 2428 വ്യക്തിഗത ഭവനങ്ങളുടെയും 390 ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച ആകെ 2818 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിക്ക് 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി പദ്ധതി വിഹിതം 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പഴയതും ക്ഷയിച്ചതുമായ വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രൂപ്പ് ഇൻഷുറൻസ് 2.36 ലക്ഷത്തിൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സർക്കാർ അനുവദിച്ച് നൽകിയ 5.0935 ഹെക്ടർ ഭൂമിയിൽ പുതിയ ഫിഷറീസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയുടെ ശാക്തീകരണത്തിനും ഗവേഷണ വിജ്ഞാന പ്രവർത്തനങ്ങൾക്കുമായി 35.5 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 2 കോടി അധികമാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ സംസ്ഥാന വിഹിതമായി 40 കോടി വകയിരുത്തുന്നു. നിലവിലുള്ള ഫിഷറീസ് ഹാർബറുകളുടെ നവീകരണം, ഹാർബർ തീരദേശ പാലങ്ങൾ, ഹാർബർ എഞ്ചിനീയർ വകുപ്പ് ഏറ്റെടുത്ത റോഡുകളുടെ നിർമ്മാണം എന്നിവ നബാർഡ് വായ്പയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന 20 കോടി രൂപ വകയിരുത്തുന്നു. വനവും വന്യജീവി സംരക്ഷണവും വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാസമയം ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOCകളിലും രൂപീകരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്തതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 129.51 കോടി രൂപ ഈ ഇനത്തിൽ സഹായധനമായി വിതരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 19 ദ്രുത കർമ്മസേനകൾക്ക് പുറമെ 9 ഫോറസ്റ്റ് ഡിവിഷനുകൾ കൂടി പുതിയ ദ്രുത കർമ്മസേനകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ RRTകളുടെ എണ്ണം 28 വർദ്ധിച്ചിട്ടുണ്ട്. വനാശ്രിതരായ പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും 500 പേർക്ക് പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തസ്തിക സൃഷ്ടിച്ച് PSC മുഖേന അവർക്ക് 2023 നിയമനം നൽകി. പ്രവർത്തനക്ഷമമല്ലാത്ത ഫെൻസിംഗുകൾ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുന്നതിന് മിഷൻ സോളാർ ഫെൻസിംഗ് 24 എന്ന പദ്ധതി സംസ്ഥാനത്താകെ നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. വിവിധ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട വനസംരക്ഷണ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപ വകയിരുത്തുന്നു. പ്രൊജക്ട് എലിഫന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആനസങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.5 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമവികസന മേഖലയ്ക്കായി 2025-26 798.74 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 598.75 കോടി രൂപ അധികമാണ് ഈ വർഷം വകയിരുത്തുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയും 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും വഴി 3875.76 കോടി രൂപ വേതനമായി ലഭ്യമാക്കുകയാണ് 25-26 സാമ്പത്തിക വർഷത്തിൽ ലഭ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി ഗ്രാമസഡക്ക് യോജന എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 80 കോടി രൂപ വകയിരുത്തുന്നു. നിലവിൽ ഇൻഫർമേഷൻ സെന്ററുകളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇവ സ്ഥാപിക്കുന്നതാണ്. 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി സർവേയിലൂടെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ 44,539 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു. ഇനി 11,814 കുടുംബങ്ങളെ കൂടി ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഗ്യാപ്പ് ഫണ്ട് നൽകുന്നതിനായി 60 കോടി രൂപ മാറ്റിവെക്കുന്നു.
കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിക്ക് തുടർ വിദ്യാഭ്യാസ പദ്ധതിക്കായി 20.2 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്വയംഭരണം സാർ, എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. LHD കോംപ്ലക്സ് ഭൂമി വാങ്ങുന്നതിന് നിർമ്മാണത്തിനുമായി 3 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ മിഷൻ നോഡൽ ഏജൻസിയായി നടപ്പിലാക്കുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതിക്കും അതിന്റെ ഉപപദ്ധതികൾക്കുമായി സംസ്ഥാന വിഹിതമായി 56 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് 270 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് നിലവിലുള്ള വിഹിതം വർദ്ധിപ്പിച്ച് 29.32 കോടിയായി വകയിരുത്തുന്നു. കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പദ്ധതിക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ശുചിത്വ കേരളം പദ്ധതികൾക്ക് വിഹിതം 24-25 25 കോടി രൂപയിൽ നിന്ന് 30 കോടിയായി ഉയർത്തുന്നു. സർ, വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് വയനാട് പാക്കേജ്. 25-26 സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ 85 കോടി രൂപ ഈ പദ്ധതിക്ക് പ്രത്യേകമായി വകയിരുത്തുന്നു. സർ, സഹകരണ മേഖലയിൽ തൊഴിലധിഷ്ഠിത പരിപാടികൾ നടപ്പിലാക്കുന്ന വിവിധതരം സഹകരണ സംഘങ്ങൾക്ക് വായ്പ, ഓഹരി മൂലധനം, പ്രവർത്തന ഗ്രാന്റ്, സബ്സിഡി എന്നിവിടങ്ങളിലായി 21.72 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ സംഘങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി 7 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതിനായി 7.5 കോടി വകയിരുത്തുന്നു. സർ, വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് പ്രവർത്തന മൂലധനത്തിനും നവീകരണത്തിനുമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, റെഡ്കോയുടെ നവീകരണം, പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും എന്ന മേഖലയ്ക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ അടങ്കൽ തുകയായി 609.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 21 കോടി രൂപ അധികമാണ്. സർ, വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾക്ക് 239.32 കോടി രൂപയും, ചെറുകിട ജലസേചനത്തിന് 190.96 കോടി രൂപയും, വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 178.07 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാട കനാലുകൾക്ക് നവീകരണത്തിനായി 14.1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇടമലയാർ ജലസേചന പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപയും, കരാപ്പുഴ ജലസേചന പദ്ധതിക്കായി 27 കോടി രൂപയും, കല്ലട ഇറിഗേഷൻ പദ്ധതികൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. കാവേരി നദിയുടെ പദ്ധതികൾക്കായി 77.22 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബാണാസുര സാഗർ പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ചെങ്ങളാർ പദ്ധതിയുടെ കീഴിലുള്ള പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സിംഗിളുടെയും ഭാഗമായ പട്ടിശ്ശേരി പദ്ധതിക്ക് 17 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിനായി 5 കോടി രൂപയും, ചിറ്റൂർ പുഴ ജലസേചന പദ്ധതിയുടെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടിയും വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിന്റെയും ശാഖാ കനാലിന്റെയും വിതരണ ശൃംഖലയും നവീകരണ പദ്ധതിക്ക് 13 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ പദ്ധതിക്ക് ടോക്കൺ പ്രൊവിഷനായി 1 കോടി രൂപ വെക്കുന്നു. വെള്ളപ്പൊക്ക പരിഹാരമായി തോട്ടപ്പള്ളി സ്പില്ലേ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രവർത്തനത്തിന് 5 കോടി രൂപ വെക്കുന്നു.